मैं ज्यादा समय नहीं ले रहा हूं, तो सबसे पहले तो ये बताइए, वहां सब कुशल मंगल है? आपकी तबीयत ठीक है? जी प्रधानमंत्री जी, बहुत बहुत धन्यवाद। आपकी विशेष का और 140 करोड़ मेरे देशवासियों की विशेष का मैं यहाँ बिल्कुल ठीक हूँ, सुरक्षित हूँ। ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയുമായി ഒരു സംഭാഷണം നടത്തിയിരുന്നു. ആ സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള കൗതുകം നിറഞ്ഞ ഒരു ചോദ്യം ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയെ ഞെട്ടിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു: ഇപ്പോൾ ഭൂമിയുടെ ഏതു ഭാഗത്തുകൂടിയാണ് സ്പേസ് സ്റ്റേഷൻ പോകുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നാൽ ഇപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല എന്നും കുറച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും എന്നായിരുന്നു ശുഭാംശു ശുക്ലയുടെ മറുപടി. ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ഈ യാത്ര എന്റേത് മാത്രമല്ല, ദേശത്തിൻ്റെത് കൂടിയാണ് എന്നും പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്നും ശുഭാംശു ശുക്ല പറഞ്ഞു. ബഹിരാകാശത്തെത്തിയപ്പോൾ ഭൂമിയെ ആദ്യമായി പുറത്തുനിന്ന് കണ്ടു. എന്തായാലും ശുഭാംശുവിന്റെ ആ ഒരു മറുപടി കുറച്ചു കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ആ ഒരു മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. അന്തരീക്ഷത്തിന്റെ ഇത്രയും വിശാലത കാണുമ്പോൾ എന്തു തോന്നുന്നു എന്നായിരുന്നു മോദിയുടെ അടുത്ത സംശയം. മാപ്പിൽ കാണുന്ന പോലെ അതിർത്തികളൊന്നും കാണാനില്ല എന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി. എന്നാൽ ഭാരതം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. ഭൂമിയുടെ ഏകതയാണ് ദൃശ്യമാകുന്നത്. വൈവിധ്യത്തിൽ ഏകത എന്ന ഭാരതത്തിന്റെ ചിന്തയാണ് ഇവിടെയും വ്യക്തമാക്കുന്നത്. അവിടെ കാര്യങ്ങൾ എത്രത്തോളം വ്യത്യാസമാണ് എന്ന മോദിയുടെ ചോദ്യത്തിന് എല്ലാം വ്യത്യസ്തമാണ് എന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി. ഉറക്കം വലിയ വെല്ലുവിളിയാണ്, ഭക്ഷണം കഴിക്കുന്നതിലടക്കം വ്യത്യാസമുണ്ട്, പരിശീലനം ലഭിച്ചത് ഗുണമായി എന്ന് ശുഭാംശു ശുക്ല പറഞ്ഞു. ധ്യാനത്തിന്റെയും മൈൻഡ് ഫുൾനെസിന്റെയും ഗുണം അവിടെ ലഭിക്കുന്നുണ്ട്. വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു, നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു, വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ വലിയ സഹായമാകുന്നു. ഇപ്പോൾ ബഹിരാകാശത്ത് എന്ത് പരീക്ഷണമാണ് നടത്തുന്നത് എന്ന മോദിയുടെ ചോദ്യത്തിന് ശുഭാംശു വിശദീകരണം നൽകുകയുണ്ടായി. പല പ്രത്യേക പരീക്ഷണങ്ങളും ബഹിരാകാശ നിലയത്തിൽ ഡിസൈൻ ചെയ്യുന്നു. സ്റ്റെം സെല്ലുകളെ സംബന്ധിച്ച പരീക്ഷണമാണ് ആദ്യം നടത്തുന്നത്. മൈക്രോ ലെവലിലാണ് രണ്ടാമത്തെ പരീക്ഷണം. ചന്ദ്രയാന്റെ വിജയത്തിന് ശേഷം യുവജനങ്ങളുടെ പ്രതീക്ഷ വലിയ രീതിയിൽ വർദ്ധിച്ചു, ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു. ഭാവി പരീക്ഷണങ്ങൾക്കും ഇത് വലിയ പ്രചോദനമാകും. യുവാക്കൾക്ക് എന്ത് സന്ദേശം നൽകുന്നു എന്ന മോദിയുടെ അടുത്ത ചോദ്യം. വലിയ സ്വപ്നങ്ങൾ കാണണം എന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി. വിജയത്തിലേക്ക് ഒരു വഴി മാത്രമല്ല, പല വഴികളുണ്ട്, പരിശ്രമം അവസാനിപ്പിക്കരുത് എന്ന് ശുഭാംശു മറുപടി നൽകി. രാജ്യം ശുഭാംശുവിനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് മോദി പറഞ്ഞു. ഗഗൻയാന്, സ്വന്തം സ്പേസ് സ്റ്റേഷന്, ചന്ദ്രനിലേക്കുള്ള പദ്ധതികൾ എല്ലാത്തിലും ശുഭാംശുവിന്റെ അനുഭവങ്ങൾ മുതൽക്കൂട്ടാകും എന്ന് മോദി മറുപടി നൽകി. ഈ അനുഭവങ്ങൾ വലിയ പാഠമാണെന്നും എല്ലാ ഭാവി പരീക്ഷണങ്ങളിലും സഹായിക്കുമെന്നും ശുഭാംശുവും മറുപടി നൽകി. ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല ക്രൂ നമ്പർ 634 എന്നാണ് അറിയപ്പെടുക. ഇതുവരെ ബഹിരാകാശ യാത്ര നടത്തിയ 634ാമത്തെ വ്യക്തി എന്നാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നിലയത്തിലെത്തിയ ഉടൻ കമാൻഡർ പെഗി വിറ്റ്സൺ ആണ് നമ്പർ പതിച്ച പതക്കം കൈമാറിയത്. സംഘാംഗങ്ങളായ സ്ലാവോസ് വിസ്ലീവസ്കി, ടീബോർ കാപ്പു എന്നിവർക്ക് അടുത്ത നമ്പറുകൾ നൽകി. തനിക്ക് ഇഷ്ടപ്പെട്ട നമ്പറാണ് ലഭിച്ചത് എന്ന ശുക്ലയുടെ പ്രതികരണം നിലയത്തിൽ ചിരി പടർത്തി. 4 നൂറ്റാണ്ടായി ബഹിരാകാശത്തുള്ള നിലയത്തിൽ ഇതുവരെ 270 പേർ എത്തിയിട്ടുണ്ട്. നിലവിൽ 7 പേർ നിലയത്തിലുണ്ടായിരുന്നു. ആക്സിയം ദൗത്യാംഗങ്ങൾ കൂടി എത്തിയതോടെ എണ്ണം 11ആയി. 3 പേർ വനിതകളാണ്. മാതാപിതാക്കൾ ബുധനാഴ്ച പകൽ 12:01 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഡ്രാഗൺ പേടകം കുതിച്ചുയർന്നപ്പോൾ ലഖ്നൌവിൽ ശുഭാംശു ശുക്ല പഠിച്ച സ്കൂളിലായിരുന്നു മാതാപിതാക്കൾ. 6 വട്ടം മാറ്റിയ ദൗത്യ വിക്ഷേപണത്തോടടുത്തപ്പോൾ അച്ഛൻ ശംഭുദയാൽ ശുക്ലയുടെയും അമ്മ ആശാ ശുക്ലയുടെ മുഖത്ത് വളരെ വലിയ ടെൻഷനും ആശങ്കയും പ്രകടമായിരുന്നു. വിക്ഷേപണം വിജയകരമായപ്പോൾ ഇരുവരും ആനന്ദാശ്രു പൊഴിച്ചു. മറ്റുള്ളവർക്കൊപ്പം കൈയടിച്ചും മധുരം കഴിച്ചും നൃത്തം ചെയ്തും അവർ സന്തോഷം പങ്കിട്ടു. ലഖ്നൌ നഗരത്തിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിന്റെ സ്വന്തം കുട്ടിയാണ് ശുഭാംശു. +2 വരെ അദ്ദേഹം അവിടെയാണ് പഠിച്ചത്. പൂർവ്വ വിദ്യാർത്ഥിയുടെ ബഹിരാകാശ യാത്ര തത്സമയ സംപ്രേഷണം ഒരുക്കി ആഘോഷമാക്കുകയായിരുന്നു സ്കൂൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.